ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നല്ലൊരു ചായയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇഞ്ചിയും ഏലക്കായൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ല രുചിയും മണമുള്ളൊരു ചായയാണ്. പിന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള നല്ലൊരു ചായയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ഈ ഒരു ചായ തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് ഞാനിവിടെ 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏലക്കായ തൊലിയോട് കൂടിയിട്ടാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലോണം കഴുകി എടുത്തതിന് ശേഷം വേണം എടുക്കാനായിട്ട്. ഇതൊരു ഇടിക്കല്ലിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇതിൻ്റെ കൂടെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇഞ്ചി വളരെ കുറച്ച് മാത്രം മതി. കൂടുതലായിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ്പ് പോലെ വരും കേട്ടോ. അപ്പോൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി 3 ഏലക്കും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇടിച്ചെടുക്കാം. നിങ്ങൾക്ക് മസാല ചായയാണ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ഗ്രാമ്പും ചെറിയൊരു കഷ്ണം പട്ട കൂടെ ചേർത്തിട്ട് ഇടിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ഇഞ്ചിയും ഏലക്കും മാത്രം ഇട്ടാണ് കേട്ടോ ഈ ഒരു ചായ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ഇഞ്ചിയും ഏലക്കൊക്കെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചി ഏലക്ക ഉണ്ടല്ലോ, അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഒരു വെള്ളം നല്ലോണമൊക്കെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കണം കേട്ടോ. ഈ ഒരു ഏലക്കയുടെയും ഇഞ്ചിയുടെ ഒക്കെ ആ ഒരു ഫ്ലേവറും സത്തൊക്കെ ഈ ഒരു വെള്ളത്തിൽ നല്ലോണം ഒന്ന് ഇറങ്ങി വരാനായിട്ടാണ്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് ചായപ്പൊടി ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ഏത് ബ്രാൻഡിൻ്റെ ചായപ്പൊടിയാണ് യൂസ് ചെയ്യണത് ആ ഒരു ചായപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 3 റോസസ് ആണ് എടുക്കുക. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളമല്ലോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്, അതൊരു 1/4 ഗ്ലാസ് ആവണ വരയ്ക്ക് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. ഇത് നല്ലോണം തന്നെ തിളച്ചിട്ട് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1.25 ഗ്ലാസ് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ച് കൊടുക്കാത്ത പാലാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. പാൽ നമുക്ക് കാച്ചിയ പാലോ അതല്ലെങ്കിൽ കാച്ചാത്ത പാലോ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. പാൽ ഒഴിച്ച് കൊടുത്ത ശേഷം ഇതേ നല്ലോണം തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് പഞ്ചസാര അതല്ലെങ്കിൽ ശർക്കരപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഓർഗാനിക് ജാഗരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ പഞ്ചസാര ചേർക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൂടെ കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത് രണ്ടാമതും നല്ലോണം തന്നെ തിള വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കാം. ഞാനിതിലോട്ട് 2 ടേബിൾ സ്പൂൺ അളവിലാണ് ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്രത്തോണ്ട് മധുരമാണ് വേണ്ടത് അതിനൊക്കെ അനുസരിച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നന്നായിട്ട് തന്നെ നമ്മുടെ ചായ കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുത്തതിന് ശേഷം 1-2 പ്രാവശ്യം ഒന്ന് ആറ്റി കൂടെ എടുക്കുക. നല്ലോണം ഇങ്ങനെ പത വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ കുടിക്കണ ചായക്ക് നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല രുചിയും അതുപോലെ തന്നെ നല്ല മണമുള്ളൊരു ചായയാണ് കേട്ടോ. അപ്പോൾ ചായ ഉണ്ടാക്കാനൊക്കെ ഇപ്പോൾ ആർക്കും അറിയാത്തതെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. ചായ ഉണ്ടാക്കാൻ അറിയാത്തവരൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ചായയൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇന്നത്തെ ഒരു വീഡിയോ നല്ല ഇഷ്ടമായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ചായയാണ്. അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.